ഹലോ ഗായ്സ്, ഇപ്പോൾ സമയം അതിരാവിലെ 3:50. അപ്പോൾ അതിരാവിലെ എണീറ്റ് നേരത്തെ റെഡിയായി ട്രിപ്പ് പോകാനായിട്ട് ഇറങ്ങാണ്. ഇന്നത്തെ യാത്ര നേരെ നെല്ലിയാമ്പതിക്കാണ്. അപ്പോൾ ഒറ്റയ്ക്കല്ല ഈ റൈഡ്, കമ്പനിക്കാരനും കൂടെ ഉണ്ട്. അപ്പോൾ അവൻ്റെ വീടിൻ്റെ അവിടേക്ക് പോകണം. എന്നിട്ട് അവനെ വെയിറ്റ് ചെയ്ത് അവൻ വന്നിട്ട് വേണം ഞങ്ങൾ ഒരുമിച്ച് നേരെ നെല്ലിയാമ്പതിക്ക് പോകണേ. അങ്ങനെ ഞങ്ങളുടെ നെല്ലിയാമ്പതിയിലേക്കുള്ള റൈഡ് സ്റ്റാർട്ടായേക്കാണ്. ഫസ്റ്റ് തന്നെ പെട്രോൾ അടിക്കുക. പെട്രോൾ അടിച്ചതിന് ശേഷം പിന്നെ വെച്ച് അങ്ങോട്ട് പിടിക്കാൻ കടയ്ക്ക്. ഇത്രയ്ക്ക് നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ ഞങ്ങളുടെ 2 പേരുടെയും ഉറക്കം സെറ്റ് ചെയ്യില്ല. ഓരോ വർക്കിൻ്റെയും ഓരോ ആവശ്യങ്ങളും വന്ന കാരണം തന്നെ വളരെ ലേറ്റായിട്ടാണ് കിടന്നത്. എന്തായാലും ഒരു ചായ കുടിച്ചിട്ടാവാൻ ബാക്കി എന്ന് വെച്ച് ഇപ്പോഴത്തെ പാലിയക്കര ഡോളെത്തിയേക്കാണ്. എന്തായാലും ഒരു ചായയും കുടിച്ച് ആ ഉറക്ക ക്ഷീണമൊക്കെ മാറ്റി എനർജി ഒന്ന് സെറ്റാക്കാന്ന് വെച്ച്. അങ്ങനെ ചായക്കും കുടിച്ച് സെറ്റായി നേരെ റൈഡ് പുനരാരംഭിക്കുകയാണ്. അങ്ങനെ കുതിരാൻ ടണലൊക്കെയും കഴിഞ്ഞ് പിന്നെ ഉൾവഴിയൊക്കെയും കയറി അങ്ങനെ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് എത്താൻ പോവാണ്. ആദ്യം രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ സമയം 6 മണി ആവാറായി. അപ്പോഴേക്കും സൺറൈസിൻ്റെ വെളിച്ചൊക്കെയും തട്ടിത്തുടങ്ങി. പുലർച്ചെ 6 മണിക്ക് നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് തുറക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ എത്തിയപ്പോഴാണ് അറിഞ്ഞത് 7 മണിക്കാണ് ചെക്ക് പോസ്റ്റ് തുറക്കണമെന്ന്. ഓപ്പണിംഗ് എത്ര മണിക്കാ? 7 മണിക്കാണോ? 7 മണിയാണോ? 1 മണിക്ക് ഞാൻ 6 മണിന്ന് ചോദിച്ചേ. 7 മണി ടു 3 മണി ടൂറിസ്റ്റ് സെൻ്റർ. മറ്റേ ഡാമിൻ്റെ എത്ര മണിക്ക് തുറക്കാം? ഡാം എത്ര മണിക്ക് തുറക്കാം? 8 മണിയാണല്ലേ? ഡാം 8 മണിക്കാ. 1 മണിക്കൂർ റെസ്റ്റ് എടുക്കുക. 1 മണിക്കൂർ റെസ്റ്റ് എടുക്കുക. പിന്നെ ഒരു ചായ അതാവാ ചായ അടിച്ചിട്ട് വാ. എന്തായാലും ഇത്രയ്ക്ക് നേരത്തെ എത്തി, ഇനി ഒരു ചായ കുടിച്ചിട്ടാവാൻ ബാക്കിയെന്ന് വെച്ച്. അയ്യോ, നോട്ടം കണ്ടപ്പോ ഓടി വന്നു. ഒന്നുമില്ലടാ, ഒന്നുമില്ല. പക്ഷേ ആകെ 2-3 മണിക്കൂർ ഉറങ്ങിയുള്ളൂ ഞാൻ വൈക്കത്തിന്ന് വന്നിട്ട്. ഈ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്ത് തന്നെയാണ് പോത്തുണ്ടി ഡാമുള്ളത്. അപ്പോൾ ചായക്കും കുടിച്ചതിന് ശേഷം ഒന്ന് ഡ്രോണൊക്കെ പറത്തി ആ പോത്തുണ്ടി ഡാമിനെ ഫുൾ വിഷ്വൽസ് ഒന്ന് എടുക്കാമെന്ന് വെച്ച്. രാവിലെ 8 മണിക്കാണ് പോത്തുണ്ടി ഡാമിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അവിടെ നിന്നുള്ള വ്യൂ എന്തായാലും നമ്മൾ കയറി കാണാൻ നിൽക്കുന്നില്ല. 7 മണിയാകുമ്പോൾ ചെക്ക് പോസ്റ്റ് തുറക്കും, നേരെ അകത്തേക്ക് കയറാൻ പോവാണ്. നമ്മൾ പുറത്തു നിന്നുള്ള ടൂറിസ്റ്റ് ആണെങ്കിൽ രാവിലെ 7 മണിയാകുമ്പോൾ ചെക്ക് പോസ്റ്റ് കയറിയും പിന്നെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ചെക്ക് പോസ്റ്റ് ഇറങ്ങിയാൽ വേണം. ഇപ്പോഴേ ഞങ്ങൾ പാസ് ചെയ്ത് പോകുന്നത് പോത്തുണ്ടി ഡാമിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. പക്ഷെ ഇപ്പോൾ അവിടെ നിർത്തുന്നില്ല. എന്തായാലും വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ നിർത്താമെന്ന് വെക്കണേ.
എന്നാലും രാവിലെ തന്നെ ഒരു നല്ലൊരു വൈബുള്ളൊരു സ്പോട്ട് എത്താമെന്ന് വെച്ച് ഞങ്ങളങ്ങനെ ഫസ്റ്റ് നിർത്തിയത് കുണ്ട്രച്ചോല പാലത്തിൻ്റെ അവിടെയാണ്. എന്തായാലും ഡ്രോണും വെച്ച് കുറച്ച് നല്ല വിഷ്വൽസ് ഇവിടെ നിന്ന് കിട്ടുമെന്ന് അങ്ങനെ വിചാരിച്ച്. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ നിർത്തി ഡ്രോണിൽ കുറച്ച് നല്ല വിഷ്വൽസൊക്കെ എടുത്ത് കുഴപ്പമില്ല, നല്ല സെറ്റ് വിഷ്വൽസാണ്. നമ്മൾ വണ്ടി ഇവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു വിഷ്വലല്ല ഡ്രോണിൽ നിന്ന് കാണണേ. ആ ഒരു പാലത്തിൻ്റെ തന്നെ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുള്ളൊരു വ്യൂ ഉണ്ട്. പക്ഷെ അത് ഡ്രോണും വെച്ച് പോയാൽ മാത്രമാണ് ആ അറ്റത്തുള്ളൊരു വിഷ്വൽ വരെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ നിർത്തി അവിടെ നിന്ന് പിന്നെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. അത്യാവശ്യത്തിന് കുറേ വന്യമൃഗങ്ങൾ ഈ നെല്ലിയാമ്പതി ഫോറസ്റ്റ് റേഞ്ചിൽ തന്നെയുണ്ട്. അതൊക്കെയും കാണാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റൈഡ് തുടങ്ങിയത്. പക്ഷേ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒന്നിനെ കാണാനൊന്നും കിട്ടിയൊന്നുമില്ല. പക്ഷെ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സെറ്റ് റൂട്ടാണ്. ആകെ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് റോഡ് ഇത്തിരി മോശമായിട്ട് വന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ റോഡുകളും അടിപൊളിയാണ്. നെല്ലിയാമ്പതിക്ക് നമുക്ക് എൻട്രി ഉള്ളത് രാവിലെ 7 മണി മുതൽ 3 മണി വരെയാണ്. പിന്നെ വൈകുന്നേരം 5 മണി ആകുമ്പോഴേക്കും ചെക്ക് പോസ്റ്റ് നമ്മൾ ഇറങ്ങുകയും വേണം. ഇപ്പം ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത് നെല്ലിയാമ്പതിയിലെ ഫസ്റ്റും പിന്നെ മെയിനായിട്ടുള്ള ആദ്യത്തെ വ്യൂ പോയിൻ്റാണ് ഇത്. ഇതാണ് നെല്ലിയാമ്പതിയുടെ ലോവർ ഡെക്ക് വ്യൂ പോയിൻ്റ്. ഇവിടെ അങ്ങനെ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നേരെ അടുത്ത സ്പോട്ടിലേക്ക്. എത്ര നേരത്തെ നെല്ലിയാമ്പതി എത്തുന്നോ അത്രയ്ക്കും കൂടുതൽ സ്പോട്ട് നമുക്ക് നെല്ലിയാമ്പതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ നെല്ലിയാമ്പതി ടൗൺ എത്താറായി. പക്ഷേ ഈ ഏരിയ കാണുമ്പോൾ തന്നെ ഒരു ഊട്ടി ഫീല് തന്നെ. അമ്പോ സെറ്റ് വ്യൂ ആട്ടോ. നെല്ലിയാമ്പതി എത്തിയപ്പോൾ തന്നെ ആദ്യം എവിടേക്കാണ് പോകണ്ടേ എന്നൊരു തീരുമാനം എടുക്കായിരുന്നു. മാപ്പൊക്കെ നോക്കി കഴിഞ്ഞിട്ട് വളരെ ഓവറായിട്ടുള്ള റേറ്റിംഗ് ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് മീനമ്പാറ എന്നൊരു സ്പോട്ടുണ്ട്. പുള്ളിക്കാരൻ ജീപ്പ് ട്രക്കിങ്ങിന് താല്പര്യമുണ്ടെന്നാണ് ചോദിച്ചത്. നമുക്ക് എന്തായാലും ഇപ്പോൾ ജീപ്പ് ട്രക്കിങ്ങിന് എന്തായാലും താല്പര്യമില്ല, ബൈക്കിൽ തന്നെ പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ട്രക്കിംഗ് എടുക്കാത്തതായിരുന്നു നമ്മുടെ മെയിൻ റിഗ്രറ്റ്. അങ്ങനെ മാപ്പ് നോക്കിയിട്ട് നേരെ മീനമ്പാറയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ഓഫ് റോഡൊക്കെ ആയിട്ട് നേരെ ഒരു 3 കിലോമീറ്ററും കൂടി ഉണ്ട് മീനമ്പാറയിലേക്ക്. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനമ്പാറയിലേക്കുള്ള എൻട്രി അവിടുത്തെ ലോക്കലിലുള്ള ജീപ്പുകൾക്ക് മാത്രമേ ഉള്ളൂ. ജീപ്പുള്ളി എൻട്രി എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പുള്ളിക്കാരൻ ജീപ്പ് ട്രക്കിങ്ങിന് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അതിൽ കയറേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ആ ജീപ്പ് എവിടേക്കുള്ള ട്രക്കിംഗ് ആണെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. പിന്നെയാണ് അറിയുന്നത് മീനമ്പാറയിലേക്കും പോകുന്ന ജീപ്പുകളാണ് അതെന്ന്. അല്ല നോ എൻട്രി ഒന്നും ഇല്ലല്ലോ. അങ്കമാലി അവിടെ ബോർഡൊന്നും കണ്ടൊന്നുമില്ല, പിന്നെ വഴി കണ്ട്. ഓഫീസർ മാം ആദ്യം തന്നെ ചോദിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിക്കൂടെയൊക്കെ എങ്ങനെ കുണ്ടും കുഴിയും ചാടി ഞങ്ങൾ ഇവിടെ എത്തിയെന്നാണ്. അത് കണ്ടു, അത് കുഴപ്പമില്ല, ചാടി പോന്നു. ഇനി ആകെ 2 കിലോമീറ്റർ എന്താ കാണിക്കുന്നുള്ളൂ കഷ്ടിയ മലയിലേക്ക്. അതേ ഉള്ളൂ. വേറെ ഓഫ് റോഡ് പോകാൻ ബൈക്ക് പോകാൻ പറ്റുന്ന വഴി വല്ലതും ഉണ്ടോ? സീതാ ചെറിയ ഓഫ് റോഡൊക്കെ എന്ന രീതിയിൽ ഈ ഓഫ് റോഡ് വയ്ക്കും പോലെ ഈ വഴി വയ്ക്കും പോലെ
ഒന്നുമില്ല. അങ്ങനെ ഇത് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് മാപ്പ് ഇട്ടിട്ട് പോകാന്ന് വെച്ചിട്ടായിരുന്നു. എന്ത് വേണോ? വല്ല ജീപ്പ് വരാൻ കാത്തിക്കണാ അതോ തിരിച്ചു പോണാ? നടന്ന 2 കിലോമീറ്റർ നടക്കാണ്ടല്ലേ? നടക്കാടുത്ത ബൈക്കില്ല. അങ്ങനെ ബൈക്ക് കയറ്റാൻ പറ്റില്ല എന്നറിഞ്ഞതോടുകൂടി നിരാശരായി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ജീപ്പിനെ കിട്ടി ഇങ്ങടേക്കുള്ള ട്രെക്കിംഗ് നോക്കണം. എന്തായാലും റോഡ് സൈഡിലൊരു കട കണ്ടു. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കഴിക്കാമെന്ന് വെച്ച്. പക്ഷേ വണ്ടി നിർത്താൻ പോയപ്പോഴാണ് എൻ്റെ അമ്മോ അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ. നെല്ലിയാമ്പതിയുടെ തന്നെ ഒരു സെറ്റ് വ്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രോണൊക്കെ എടുത്ത് ഒന്ന് പറത്താന്ന് വെച്ച്. അങ്ങനെ ഡ്രോണിൽ നിന്ന് കുറച്ച് നല്ല വിഷ്വൽസും എടുത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായ ബ്രെഡും ഓംലെറ്റും കഴിച്ച് അടുത്ത സ്പോട്ടിലേക്കായി യാത്ര. ഇനി ആദ്യം തന്നെ പോപ്സ് എസ്റ്റേറ്റ് കയറിയിട്ട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് പോണേ. ഈ എസ്റ്റേറ്റിൻ്റെ തന്നെ ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വെള്ളച്ചാട്ടം. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കാട്ടിക്കൂടെ നടന്നിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് ഒന്ന് പോയി. എൻ്റെ അമ്മോ ആ കാടിനുള്ളിൽ കൂടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂവേ എൻ്റെ അമ്മ സെറ്റ് വ്യൂ ആട്ടോ. അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിന് അവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ നേരെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. എനിക്ക് ആ വ്യൂ പോയിന്റിലേക്ക് പോകാൻ അങ്ങനെ വലിയൊരു താല്പര്യം പോലും ഉണ്ടായില്ല. കാരണം അത്യാവശ്യത്തിന് എല്ലാ ടൂറിസ്റ്റും പോകുന്നൊരു സ്പോട്ടാണത്. അതുകൊണ്ട് തന്നെ നല്ലൊരു തിരക്കായിരിക്കും. അങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് എത്തിയേക്കാണ്. ഒരു വലിയൊരു വൈബ് ഈ സ്പോട്ട് കണ്ടിട്ട് എനിക്കൊരു ഫീലിംഗ് കിട്ടിയില്ല. നല്ല ഹെവി ഗൂഗിൾ റിവ്യൂ ഒക്കെ കിടക്കണേ. ബട്ട് എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി, അതാണ് അവസ്ഥ. ഇത് ഞാൻ പിന്നെ വലിയ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. ഈ സ്പോട്ടിലേക്ക് ഞാൻ പോകണമെന്ന് പോലും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ മറ്റേ മാപ്പിലെ ഫോട്ടോസും ഇതും കണ്ടപ്പോൾ തന്നെ തിരക്കുള്ളതാവും എന്നുള്ളത് എനിക്ക് തോന്നി. അതാ പറഞ്ഞ ഈ സ്പോട്ട് ഒഴിവാക്കി വെച്ചതായിരുന്നു. 3000 സംതിങ് റിവ്യൂവും സ്റ്റാറും കിടക്കുന്നുണ്ട്. അപ്പം തന്നെ എത്ര തിരക്കുള്ള സ്ഥലമാണെന്ന് അറിയാലോ. കാറ്റുണ്ട്, ഇങ്ങനെ വ്യൂ ഉണ്ട്, അതേ ഉള്ളൂ. അങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിന്റും കയറി അങ്ങനെ തിരിച്ചു പോവാണ്. അങ്ങനെ തിരിച്ചു പോണ വഴി കുറച്ച് വന്യമൃഗങ്ങളൊക്കെ കണ്ട്. ഒരു കൂട്ടം നിറച്ച് കാട്ടുപന്നികൾ, പിന്നെ മയിൽ, പിന്നെ കിളികൾ, അങ്ങനെ കുറച്ചൊക്കെ വ്യൂ കിട്ടി. ആ ഒരു കാട്ടുപന്നി ഓടിപ്പോണില്ലല്ല, എന്നെ ഒന്ന് കുത്തുമോ, അതുപോലത്തെ ഒരു നോട്ടം അത്. മയില് ഞാൻ വിചാരിച്ച കൈ കാണിക്കുമെന്ന്.
ഞാൻ ഇപ്പം തന്നെ ക്യാമറ ഓണാക്കി. അങ്ങനെ ദേ ഞങ്ങൾ തിരിച്ചു പോണ സമയത്താണ് ഒരു വളവത്ത് കുറച്ച് പയ്യന്മാർ ബൈക്ക് നിർത്തിയേക്കണേ. അവരാണ് പറഞ്ഞേ ആ വളവത്ത് ഒരു സൈഡിൽ കൂടെ ഒരു ഇടവഴി കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു വ്യൂ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഒരു സൈഡിൽ കൂടെ ഒന്ന് നടന്ന് ആ ഒരു വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വെച്ച്. കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റ് വ്യൂ ആണ്. എന്തായാലും അങ്ങനെ ആൾക്കാരങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ അല്ല. ഞങ്ങൾക്ക് മീനമ്പാറയും കൂടി കയറണം എന്നുണ്ടായിരുന്നു. പക്ഷേ സീതാർകൊണ്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും സമയം ഒരു നട്ടുച്ചയായി. അപ്പോൾ ആ ഒരു ടൈമിൽ ആ സ്പോട്ടിൽ വലിയ രസം ഉണ്ടാവില്ല. പിന്നെ അങ്ങ് തിരിച്ചു പോണ വഴി പോത്തുണ്ടി ഡാമിൻ്റെ സൈഡിലേത്തുള്ള വ്യൂ പോയിൻറ്റിന് അവിടെ നിർത്തി ഒന്ന് റെസ്റ്റ് എടുത്ത് നേരെ പോവാണ്. അങ്ങനെ നെല്ലിയാമ്പതിയുടെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇതിനേക്കാളും രസകരമായ ട്രാവൽ വ്ലോഗായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്.